ഇത് ഒരെണ്ണം സെറ്റ് ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇത് ഒന്നിൽ നിർത്താൻ പറ്റില്ല, ഇനിയും വാങ്ങിക്കണം. നിങ്ങൾക്കും തീർച്ചയായിട്ടും തോന്നും. കാരണം ഇത് അഫോർഡബിൾ റേറ്റ് ആണ്, വളരെ റേറ്റ് കുറവാണ്. പിന്നെ വെച്ചാലും നിങ്ങൾക്കും തോന്നും എന്നെപ്പോലെ ഇനിയും വാങ്ങിക്കായിരുന്നു വേറെ മോഡലിൽ നിന്ന്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വീഡിയോ കണ്ടാലോ? പോവല്ലേ? ഹായ്, അമല സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ പിന്നെയും ഒരു സംഭവം കൂടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. വേറെ ഒന്നല്ല, എല്ലാവരും ഹോം ഡെക്കർ എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ തലപുണ്ണാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അപ്പം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. കൈ ഇങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുക. ഫോൺ കയ്യിൽ കിട്ടിയാൽ ഫ്ലിപ്കാർട്ടോ ആമസോണോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ കുറേ ദിവസമായി ഇത് കണ്ണിൽ തട്ടി തടയാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഞാനും വാങ്ങിച്ചു ഒരു ഹോം ഡെക്കറിന് പറ്റിയൊരു ഐറ്റം. ഫോൺ ഇങ്ങനെ കയ്യിൽ കിട്ടിയ ഓരോന്ന്, അതായത് മീഷോ ആണെങ്കിലും ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഇങ്ങനെ ഞോണ്ടാൻ ഇത്തിരി ഇങ്ങനെ വിരലിങ്ങനെ അരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പൈസ കാണുമ്പോൾ നമ്മളിങ്ങനെ ബാക്കടിച്ച് പോകും. പക്ഷേ ഇതിനധികം റേറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് സെലക്ട് ചെയ്തത്. അപ്പോൾ ഒരു ബ്രാഞ്ചസിൽ ഒരു 3, അതായത് ഒരു തണ്ടിൽ 3 ചെറിയ തണ്ടുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പല ഷേപ്പിലായിട്ട് വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് നാൾ ഒരു ഷേപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് ആ മോഡല് കണ്ടു മടുത്തെങ്കിൽ നമുക്ക് വേറെ ഷേപ്പിലേക്ക് വളച്ച് വെക്കാവുന്നതാണ്. ഫ്ലെക്സിബിൾ ആണ്, കമ്പിയിൽ കൊടുത്തത് കൊണ്ട് തന്നെ. എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വാങ്ങിക്കുന്നത്. കാരണം നമ്മളുടെ എല്ലാ പണികളും കഴിയട്ടെ, പതിയെ പതിയെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം എന്നുള്ളതിലാണ്. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് സെറ്റ് ചെയ്ത് നോക്കിയാലോ? മൊത്തം ഒരു 6 ബ്രാഞ്ചസും അതിൽ 42 ലീവ്സും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു തിക്നെസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് വളരെ തിന്നൊന്നും ആയിരുന്നില്ല, വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. അപ്പോൾ ദേ സൂക്ഷിച്ച് നോക്കിക്കോട്ടോ, ഞാൻ കൗണ്ട് ചെയ്യുന്നുണ്ട്. അവർ അത് വളച്ചിട്ട് ഒരു കവറിൻ്റെ ഉള്ളിലാക്കി വെച്ച കാരണം അത് ഇടയിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ ബ്രാഞ്ചസിലും ആണ് കേട്ടോ 42 ലീവ്സ്. അപ്പം ഞാൻ കൗണ്ട് ചെയ്തു 6 എണ്ണം ഉണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഒരു ഫ്ലവർ പോട്ടിലാക്കി വെക്കാം. എങ്ങനെയുണ്ട്? ഭംഗിയില്ലേ കാണാനായിട്ട്, അതിൻ്റെ ലീവ്സ് കാണാനായിട്ട്? അപ്പോൾ നമുക്ക് പല ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്, ഓരോ മെത്തേഡിൽ ഓരോ തവണയായിട്ട്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലവർ പോട്ടിൽ. ഇപ്പം എങ്ങനെയുണ്ട് കാണാനായിട്ട്? ഭംഗിയുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഒരുപാട് തിന്നായിട്ട് തോന്നുന്നില്ലല്ലോ. അത് ഒരു കോർണറിലായിട്ടാണ് വെച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഫ്ലവർ പോട്ടിൽ മെറ്റലിട്ടിട്ട് മെറ്റലിന് ബ്ലാക്ക് പെയിൻറ് അടിച്ചിട്ടുണ്ട്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആവാത്തതുണ്ട് മെറ്റലിന്, കാരണം പെയിൻറ് കട്ടയായിപ്പോയി. എന്താ പറയുക, എടുത്ത് വെച്ചിട്ടേ കട്ടയായിപ്പോയി. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ ടിന്നറൊക്കെ ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചു വെച്ചതാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലയെന്ന് എനിക്ക് തോന്നി. ലൈറ്റൊക്കെ ഇട്ടുമ്പോൾ നൈറ്റ് ആണെങ്കിലും ഡേ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. കാരണം ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ആ ലൈറ്റിലൊക്കെ അത് കാണാനായിട്ട്, ആ വാം ലൈറ്റിലൊക്കെ കാണാനായിട്ട് അത് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇത് ഒന്നിൽ നിർത്താൻ പറ്റില്ല, ഒന്നിലധികം വേണം, പല മോഡലിൽ. പെണ്ണല്ലേ വർഗം, അപ്പോൾ അതിൻ്റെ സ്വഭാവം കാണിക്കാതിരിക്കില്ല. എന്തായാലും ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു കയ്യകലത്തിൽ നിന്നിട്ട് വാങ്ങിക്കാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.